പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മത്സര പരീക്ഷയായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട കൺഫർമേഷൻ അപ്ഡേറ്റുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം തീയതി, സിലബസിലുള്ള മാറ്റം, പ്രധാനപ്പെട്ട നിയമന നില, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്നിവ നിങ്ങളുമായി ഷെയർ ചെയ്യുക. അപ്പോൾ വെച്ചാൽ മിക്ക ആളുകളും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ധാരാളം വീഡിയോയുടെയൊക്കെ താഴെ നമ്മൾ കാണുന്നുണ്ട്, ഒരിക്കലും ഒരു നിയമനം കുറവാണ്, ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ നിയമനം കുറവാണ്, ഒട്ടും നിയമനമില്ല എന്നൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ളത്. അത് പാടെ ശരിയല്ല. മറിച്ച് 1857 നിയമനമാണ് 2025 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം 2025 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തേക്കുന്നത് 1857 നിയമനങ്ങൾ ഈ നിമിഷം വരെ നടന്നു എന്നാണ്. 14 ജില്ലയിലുമായിട്ടാണ് നിയമനം നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം അടുത്ത മത്സര പരീക്ഷ അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇനി ഒരു വർഷം കൂടി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2026 മൂന്നാം മാസം, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് എല്ലാ ജില്ലയിലും, പൊതുവെ ഒട്ടുമിക്ക ജില്ലയിലും ഈ പറയുന്ന പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് 2026 ഈ പറയുന്ന മെയ്യിൽ അല്ലെങ്കിൽ പറയുന്ന മാർച്ചിൽ വരണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് പരീക്ഷ കണ്ടക്ട് ചെയ്യണം. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ കൺഫർമേഷനുമായി ബന്ധപ്പെട്ട വസ്തുത. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഇതിൽ നിയമനമില്ല എന്ന് മാറി നിൽക്കരുത്. ഉഷാറായി പഠിക്കുക, സ്ഥിരമായി പഠിക്കുക. 14 ജില്ലകളിലുമായിട്ട് ഏകദേശം 1857 പ്ലസ് നിയമനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ഏകദേശം 2 വർഷ കാലാവധി ആയതേ ഉള്ളൂ റാങ്ക് ലിസ്റ്റിന്. 1857 നിയമനങ്ങളുണ്ട് ഈ പറഞ്ഞ 14 ജില്ലയിലുമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ദയവ് ചെയ്ത് ഉഴപ്പാതെ ഈ വരുന്ന എല്ലാ പരീക്ഷയും പഠിക്കുന്നത് പോലെ തന്നെ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കുക, സ്ഥിരമായി പഠിക്കുക, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ നേടിയെടുക്കുക. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇതിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് എല്ലാം കഴിഞ്ഞു. അതിന്റെ കൺഫർമേഷൻ തീയതി വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം, 527/2024. ഇതിന്റെ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,000 to 50,200. അതായത് നമ്മുടെ കയ്യിലേക്ക് ഏകദേശം 26,810 രൂപ ഉള്ള പിടുത്തമെല്ലാം കഴിഞ്ഞ് 26,000, ഏകദേശം 25,000-ലധികം, അതായത് ഒരു LD ക്ലറിക്കൽ തസ്തികയിലുള്ള ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി വാങ്ങുന്ന അതേ സംഖ്യ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു മത്സര പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ. അതിന്റെ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് 23/5/2025 മുതൽ 11/6/2025 വരെയാണ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ആദ്യമേ തന്നെ പറയുന്നു, നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ ക്ലാസ് കാണുന്നതിന് ശേഷം, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ നിങ്ങളുടെ കേരള PSCയുടെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. പിന്നീട് കൺഫർമേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ 10-ാം തീയതി കൊടുക്കാം, അല്ലെങ്കിൽ 9-ാം തീയതി കൊടുത്തു കളയാം എന്ന് ദയവ് ചെയ്ത് അങ്ങനെ ഒരു കരുതലിൽ നിങ്ങൾ ഇരിക്കരുത്. എപ്പോഴാണോ ഈ 11-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ കേരള PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ദയവ് ചെയ്ത് കൺഫർമേഷൻ കൊടുക്കുക. കാരണം ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം. നല്ല രീതിയിൽ, അതായത് ഈ പറയുന്ന LD ക്ലർക്ക് പോലെ അല്ലെങ്കിൽ LGS പോലെ ഒരു ജില്ലയിൽ 400 നിയമനം 500 നിയമനം നടക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത്. മാന്യമായ ഒരു 200-ൽ കൂടുതൽ നിയമനം ഒട്ടുമിക്ക ജില്ലയിൽ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ വയനാട്, ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് തിരുവനന്തപുരം ജില്ല എടുത്താലും കോഴിക്കോട്, മലപ്പുറം ജില്ലയിലൊക്കെ നല്ല രീതിയിലുള്ള നിയമനം ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചു പോവുക, കൺഫർമേഷൻ മസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് 11/6/2025-ലാണ്. ഇനി ഇതിന്റെ എക്സാം കേരള PSCന് ഒഫീഷ്യലായി പറയുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ആ 3 മാസ കാലയളവിലായിരിക്കും ഇതിന്റെ എക്സാം വരുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞ വിവരം അനുസരിച്ച് ഓഗസ്റ്റ് അവസാനത്തോടുകൂടി അതല്ലെങ്കിൽ സെപ്റ്റംബർ പകുതിയോടുകൂടി എന്തുണ്ടാവും, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ എക്സാം ഉണ്ടാകും. അപ്പൊ നമ്മുടെ മുന്നിൽ ഏകദേശം 3 മാസം അല്ലെങ്കിൽ 3.25 മാസം അല്ലെങ്കിൽ 3.5 മാസ കാലയളവാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ആ ഉള്ള കാലയളവിൽ നമ്മൾ ഈ പറയുന്ന ASMന്റെ വളരെ പ്രധാനപ്പെട്ട സിലബസിലെ എൻറ്റയർ കണ്ടന്റ് പഠിച്ചു പോകേണ്ടി വരും. അപ്പൊ മിക്ക ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ? ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ രീതി
കഴിഞ്ഞ തവണ വരെ ഉള്ളായിരുന്നു. കാരണം കഴിഞ്ഞ തവണ 20 മാർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ആയിരുന്നു. ഇത്തവണത്തെ സിലബസിൽ എന്തില്ല? സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. ആവർത്തിച്ച് പറയുക. കാരണം മിക്ക ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഈ പറയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കരുതിയിരിക്കുന്നത്, എല്ലാവരും അല്ല, കുറച്ച് പേര് കരുതിയിരിക്കുന്നത് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെന്നാണ്. സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. അതായത് LDC മെയിൻ പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് ഈ പറഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കുള്ളത്. അതേ സിലബസ് തന്നെയാണ് നിങ്ങൾ 10th ലെവൽ മെയിൻസ് സെക്രട്ടറിയേറ്റ് OA പരീക്ഷ ഫോക്കസ് ചെയ്തപ്പം അത് ഫോളോ ചെയ്തത്. അതേ സിലബസ് തന്നെയാണ്. ഇപ്പൊ ജൂൺ 21-ാം തീയതി നടക്കുന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷ, അതിന്റെ സിലബസ് ഇതേ ASM സിലബസ് തന്നെയാണ്. അപ്പം ഈ ലാബ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാം. ഇനി വരാൻ പോകുന്ന ഏത് മത്സര പരീക്ഷയും തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന സിലബസ് ഗുണകരമായിട്ട് മാറും. അപ്പം വേറെ എല്ലാത്തിനും വേണ്ടി പഠിക്കാതെ ഒരൊറ്റ കോമൺ സിലബസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിയായി ASM ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പുതിയ ബാച്ച് 5 AM ബാച്ച് നമ്മൾ നാളെ മുതൽ തുടങ്ങിയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. 9072728242 നമ്പറിൽ നിങ്ങളുടെ പേര് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ച് എന്ന് മാത്രം മെൻഷൻ ചെയ്ത് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓക്കെ, ആദ്യം ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ധാരാളം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമാണ്, നിയമനങ്ങളുണ്ടോ? നിയമനങ്ങളുണ്ട്. അങ്ങനെ അത് വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ പറയുന്ന കറക്റ്റ് എവിഡൻസ് സഹിതം പ്രൂവ് ചെയ്ത് തന്നെയാണ് ഈ വീഡിയോ പറയുന്നത്. ഒന്ന്, ജില്ല, ഓരോ ജില്ലയിലും 14 ജില്ലയിലുമാണല്ലോ നിയമനം. ഈ 14 ജില്ലയിലും എത്ര നിയമനങ്ങൾ ഇതുവരെ 2025 മെയ് മാസത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം എത്രമാത്രം നിയമനങ്ങളുണ്ട്, ദെൻ നിലവിലെ കട്ട് ഓഫ് മാർക്ക്, അതായത് നിലവിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് കൂടി പറയുന്നുണ്ട്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതണം, ഈ കട്ട് ഓഫ് അല്ല ഈ പറയുന്ന 3 വർഷം മുമ്പുള്ള മത്സര പരീക്ഷ ട്രെൻഡ് അല്ല ഇപ്പോഴുള്ളത്. ഇപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിക്കുന്നുണ്ട്, എല്ലായ്പ്പോഴും കോമ്പറ്റീഷൻ ഉണ്ട്. മിക്ക ഉദ്യോഗാർത്ഥികൾ ഇതേന്നും പറഞ്ഞിരുന്ന് പഠിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി എഫേർട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടുക. ഒന്നാമത്തെ ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് നിയമന നില 331+ നിയമനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ 331 നിയമനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട്. അതിലെ പ്രീവിയസ് കട്ട് ഓഫ് മാർക്ക് 66 മാർക്കാണ്. അപ്പൊ 100 മാർക്ക് എടുക്കുന്ന ഒരു OMR പരീക്ഷയിൽ 66+ മാർക്ക് നേടിയവർക്ക് ഇത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതല്ല, ഈ പറയുന്ന 331 ആളുകളും, ഈ പറയുന്ന 331 ഉദ്യോഗാർത്ഥികളുടെയും ജീവിതമായി രക്ഷപ്പെട്ടത് ഈ പറയുന്ന ജോലി കിട്ടിയതിനു ശേഷം. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ നിയമനം നിങ്ങൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി എന്തും എഴുതിയിട്ടിട്ടുണ്ട്. സെക്രട്ടറിയേറ്റ് OA പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഡിഗ്രി പ്രിലിംസ് എഴുതിയിട്ടുണ്ട്, ഈ വരുന്ന ലാബ് അസിസ്റ്റന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാ മത്സര പരീക്ഷയും അവർ എന്ത് ചെയ്യുന്നുണ്ട്? പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റാങ്ക് ലിസ്റ്റിൽ എല്ലാം ഇവർ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിയമനം കിട്ടിയാലും ചിലപ്പോൾ പോകാതിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ NJD നിയമനങ്ങൾ ധാരാളമായി കാണുന്ന ഒരു മത്സര പരീക്ഷയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി പഠിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് മാർക്ക് 66ആണ്. ഇനി കൊല്ലം ജില്ലയിലേക്ക്, പൊതുവെ ഒട്ടുമിക്ക ജില്ലയിലും നല്ല രീതിയിൽ നിയമനമുണ്ട്. കൊല്ലം ജില്ലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് നിയമന പ്രകാരം 308 നിയമനങ്ങളാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ളത്. 64 കട്ട് ഓഫ്. തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് 2 മാർക്കും കൂടെ കുറവാണ്. കൊല്ലം ജില്ലയിൽ 308 നിയമന നില ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. ദെൻ ആലപ്പുഴ ജില്ല എടുക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ 131 നിയമനങ്ങളാണ് ഇതുവരെ നടന്നത്. പറഞ്ഞല്ലോ, ഈ റാങ്ക് ലിസ്റ്റിനെല്ലാം 1 വർഷം കൂടി കാലാവധി ഉണ്ട്. 2026 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം, ഈ പറയുന്ന 3 മാസം, ഈ പറയുന്ന 3-ാം മാസം എന്ന് പറഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഒട്ടുമിക്ക ജില്ലയിലെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. അത് കണക്കിലെടുത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. കാരണം ഈ പറയുന്ന മത്സര പരീക്ഷ വന്ന്, ഈ മത്സര പരീക്ഷ ടെസ്റ്റ് കഴിഞ്ഞ്, OMR പരീക്ഷയുടെ വാല്യുവേഷനെ കഴിഞ്ഞ്, ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അപ്പൊ 2026 3-ാം മാസവും
2026 4 മാസവും 2026 5 മാസവും ഈ പറയുന്ന ഓരോ ജില്ലയിലും നിയമനങ്ങൾ നടക്കണം. പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കണമെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ആ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി പരീക്ഷ ഉണ്ടാകും. അതല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടുകൂടി എക്സാം ഉണ്ടാകും. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ ഒട്ടുമിക്ക നിയമനങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പം പൊതുവെ നിയമനം കുറവായ ഒരു 3 ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് പത്തനംതിട്ട. ഇടുക്കി ജില്ലയിൽ നിയമനക്കുറവുണ്ട്. വയനാട് ജില്ലയിൽ പൊതുവെ ഒട്ടുമിക്ക മത്സര പരീക്ഷയിലും, അത് ഇന്ന മത്സര പരീക്ഷ എന്നല്ല, ഒട്ടുമിക്ക മത്സര പരീക്ഷയിലും നിയമനം കുറവാണ്. പക്ഷെ പത്തനംതിട്ട ജില്ല പോലും ജില്ലയിൽ പോലും 86 നിയമനങ്ങൾ 2025 ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 86 നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആ ഓപ്പൺ കോമ്പറ്റീഷൻ അല്ല പറഞ്ഞേക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 86 അഡ്വൈസ് ആണ്. 61 ആയിരുന്നു പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ കോട്ടയം ജില്ലയിൽ 86 നിയമനങ്ങൾ ഇതുവരെ നടന്നു. അപ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടക്കാം. ഇനി റാങ്ക് ലിസ്റ്റ് തീരാറാവുന്ന സമയത്ത് ഒരു 50 നിയമനം കൂടി, അല്ലെങ്കിൽ 100 നിയമനം കൂടി, അല്ലെങ്കിൽ 150 നിയമനം കൂടി ഓരോ ജില്ലയിലും നടന്നാൽ തന്നെ എത്രയായി? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ദെൻ എറണാകുളം ജില്ലയിൽ 177 നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് 64.67 കട്ട് ഓഫ് ആയിരുന്നു. ഇടുക്കി ജില്ലയിൽ 37 നിയമനങ്ങൾ മാറും. അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഇടുക്കി ജില്ലയിൽ നിലവിൽ ഇതുവരെ 37 നിയമനങ്ങൾ നടന്നു. 57.33 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് മാർക്ക്. തൃശ്ശൂർ ജില്ലയിൽ 117 നിയമനം. അപ്പൊ പൊതുവെ നോക്കൂ, ഒട്ടുമിക്ക ജില്ലയിലും നമ്മളൊരു ജില്ലയുടെ വലിപ്പം തന്നെ പരിഗണിച്ചാൽ 100-ൽ കൂടുതൽ നിയമനം മത്സര പരീക്ഷയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ചില ആളുകളെങ്കിലും നെഗറ്റീവായിട്ട് വിചാരിക്കും, ഇവിടെ ഇതിനകത്തൊന്നും നിയമനമില്ല. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ പറയുന്നവര് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നില്ല എന്ന് വേണം കരുതാൻ. തൃശ്ശൂർ ജില്ലയിൽ 117 നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. 66.33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. പാലക്കാട് ജില്ലയിൽ അതേപോലെ തന്നെ 112 നിയമനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇനി വരുള്ള മാസങ്ങളിൽ, ഇനിയുള്ള സമയം ഇനി കൂടുതൽ അഡ്വൈസ് നടക്കാം. 65.33 ആയിരുന്നു കട്ട് ഓഫ്. മലപ്പുറം ജില്ലയിൽ 155-ൽ കൂടുതൽ നിയമനങ്ങൾ നടന്നു. കട്ട് ഓഫ് മാർക്ക് 63 ആണ്. അടുത്ത കോഴിക്കോട് ജില്ലയിൽ 145-ൽ കൂടുതൽ നിയമനം നടന്നു. 66 ആയിരുന്നു കട്ട് ഓഫ്. വയനാട് ജില്ലയിൽ 51 ആയിരുന്നു 51 നിയമനങ്ങൾ നടന്നു. 62 കട്ട് ഓഫ് മാർക്ക്. കണ്ണൂർ ജില്ലയിൽ 94-ൽ കൂടുതൽ നിയമനങ്ങൾ നടന്നു. കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66 ആണ്. കാസർഗോഡ് ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലേക്ക് എന്ത് ചെയ്യും? ഓപ്റ്റ് ചെയ്യും. കാരണം അവിടെ നിയമനം കൂടുതൽ നടക്കുന്നുണ്ട്, അവിടെ കോമ്പറ്റീഷൻ കുറവാണ് എന്നൊരു വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പോയൊക്കെ ആളുകൾ പരീക്ഷ എഴുതുന്നത്. ഒന്നുമില്ല, എല്ലാ ജില്ലയിലെയും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഹൈലി ടാലന്റഡ് ആണ്. കാസർഗോഡ് ജില്ലയിൽ 27 ആണ് ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ്. 60.67 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന എല്ലാ നിയമനങ്ങളും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1800-ൽ കൂടുതൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു 2000-ഓളം നിയമനങ്ങൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. 1857 വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് ഒരു 1800 പറഞ്ഞു. ഇനിയും കാലാവധി ഉണ്ടല്ലോ, 1 വർഷം കൂടെ കാലാവധി ഉണ്ടല്ലോ. നോക്കൂ, ഓരോ ജില്ലയിലും ഒരു 30 വേക്കൻസി കൂടി വന്നാൽ പോലും 300-ൽ കൂടുതൽ അഡ്വൈസ് ഉണ്ടാകും. അപ്പൊ തന്നെ ഏകദേശം 2000-ലധികം നിയമനങ്ങൾ നടക്കും. അപ്പൊ ആ 2000-ലധികം നിയമനങ്ങൾ നടക്കുമ്പം 2000-ലധികം ഉദ്യോഗാർത്ഥികളാണ് രക്ഷപ്പെട്ടത്, 2000-ലധികം കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടത്. ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായി പഠിക്കുക. ഇതിന്റെ സിലബസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 10th ലെവൽ മെയിൻസിന്റെ സിലബസ് തന്നെയാണ്. GK ടോപ്പിക് ഉണ്ട്. GKയിൽ ഓരോ ടോപ്പിക്ക്, ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 5 മാർക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന്. ജോഗ്രഫി അങ്ങനെ തന്നെ. ജോഗ്രഫി പറയുമ്പോൾ വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി എല്ലാം കൂടെ ചേർക്കുമ്പം 5 മാർക്ക്. ദെൻ അതിനകത്ത് തന്നെ കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, സുപ്രധാന നിയമങ്ങൾ, എക്കണോമിക്സ്, ആ ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അത് ആ ഒരു GK പോർഷൻ. സയൻസും ഈ പറയുന്ന 10th ലെവൽ മെയിൻസിന്റെ അതേ സിലബസ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സിനാണ് ഇവിടെ പ്രയോറിറ്റി. 20 മാർക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോഴത്തെ ഒട്ടുമിക്ക മത്സര പരീക്ഷയിൽ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷയുടെ ഒക്കെ പരീക്ഷാ ചോദ്യപേപ്പർ നിങ്ങൾ പരിശോധിച്ചോ, അതിലെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ പഠിക്കേണ്ടത് 2023, 24, 25 പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും എന്ത് ചെയ്യുക? അപ്ഡേറ്റ്
വായിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് മലയാളത്തിന് ആണ്. മലയാളം 10 മാർക്കുണ്ട്, ഇംഗ്ലീഷ് 10 മാർക്ക്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഇത്രയും കൂടെ ചേരുന്ന ഇതാണ് എക്സാമിന്റെ സിലബസ്. അതല്ലാതെ ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല. ആവർത്തിച്ച് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ആവർത്തിച്ച് പറയുന്നു, ഇതിന് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. നേരത്തെ 2 പരീക്ഷ ഉണ്ടായിരുന്നു, ഇത്തവണ ഒറ്റ പരീക്ഷയുള്ളൂ, ഒറ്റ സിലബസ്. ഈ വരുന്ന ഡേറ്റ് മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. കൺഫർമേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം, അല്ലെങ്കിൽ ഈ പറയുന്ന 11-ാം തീയതിയാണ്. അതിനു മുമ്പ് കൺഫർമേഷൻ ഉറപ്പായിട്ടും കൊടുക്കുക. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കുന്നു, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പുതിയ വർക്കൗട്ട് ബാച്ചിൽ, റെഗുലർ ബാച്ചിൽ 5 AM ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് ഒന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ക്ലാസ്സുകൾ, മെറ്റീരിയൽസ്, മോക്ക് എക്സാം സഹിതം എല്ലാ ദിവസവും 5 മണിക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ബാച്ചാണ് 5 AM ബാച്ച്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ആദ്യ റാങ്കിൽ നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.